വീട്ടിലെ പ്രസവത്തെ തുടർന്ന് കുഞ്ഞും ചികിത്സ നിഷേധിക്കപ്പെട്ട് ചാവക്കാട് എടക്കഴിയൂർ സ്വദേശി മുഹസിനെയും കഴിഞ്ഞ വർഷം ഇതേ വീട്ടിൽ ഭക്ഷ്യവിഷബാധയേറ്റ് 3 വയസ്സുകാരി മകളും മരിച്ച സംഭവങ്ങൾ വ്യാജ അക്യുപങ്ചർ ചികിത്സയും ഗാർഹിക പീഡനവും മൂലമുള്ള കൊലപാതകങ്ങളാണെന്നും കേസ് ഒന്നായി പോലീസ് അന്വേഷിക്കണമെന്നും ബന്ധുക്കളുടെ ആവശ്യം. കേവലം ചികിത്സാ പിഴവല്ല, കൊലപാതകം തന്നെയാണ് ഉണ്ടായിരിക്കുന്നതെന്നാണ് മുഹസിനയുടെ വീട്ടുകാർ ആരോപിക്കുന്നത്. നവജാത ശിശു മരിച്ച കേസിൽ പ്രതികളായ മുഹസിനയുടെ ഭർത്താവ് ഇബ്രാഹിം, അയാളുടെ മാതാവ്, സഹോദരങ്ങൾ, 3-ാം പ്രതിയും ഇബ്രാഹിമിന്റെ സഹായിയുമായ റുബൈദ ഫൈസൽ, 4-ാം പ്രതി ജുനൈദ് എന്നിവരെ മാതൃകാപരമായി ശിക്ഷിക്കണമെന്നും ഇവർ ആവശ്യപ്പെടുന്നുണ്ട്. മുഖ്യമന്ത്രി, ആരോഗ്യമന്ത്രി, സംസ്ഥാന പോലീസ് മേധാവി, തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ, മനുഷ്യാവകാശ കമ്മീഷൻ എന്നിവർക്ക് ഇക്കാര്യങ്ങൾ ആവശ്യപ്പെട്ട് പരാതി നൽകിയിട്ടുണ്ടെന്ന് മുഹസിനയുടെ പിതാവ് ഉസ്മാൻ മുല്ലക്കര, ബന്ധു അനീസ് ആദം എന്നിവർ പറഞ്ഞു. പ്രസവം ആശുപത്രിയിൽ നടത്താൻ ഇബ്രാഹിം വിസമ്മതിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ ജനുവരിയിലാണ് മുഹസിന പൂർണ്ണ വളർച്ചയില്ലാതെ 7-ാമത്തെ കുഞ്ഞിനെ വീട്ടിൽ പ്രസവിച്ചത്. ഇബ്രാഹിമും വീട്ടുകാരും സഹായിയും ചേർന്ന് ചികിത്സ തുടങ്ങി ദിവസങ്ങൾക്കകം കുഞ്ഞു മരിച്ചു. പ്രസവത്തിന് ശേഷം പ്ലാസന്റ പൂർണ്ണമായി നീക്കാതെ ഉള്ളിലിരുന്ന് അണുബാധ ഉണ്ടാവുകയും മറ്റ് അവയവങ്ങളെ ബാധിക്കുകയും ചെയ്തു. പ്രസവ സമയത്തെ പിഴവുകളാണ് മുഹസിനയുടെ മരണകാരണമെന്ന് തൃശൂർ മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു. നവജാത ശിശുവിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പോലീസ് ആശുപത്രി ഫോറൻസിക് വിഭാഗം നിർദ്ദേശം നൽകിയിട്ടും ചാവക്കാട് പോലീസ് നടപടിയെടുത്തില്ല എന്നാണ് ബന്ധുക്കളുടെ ആരോപണം. താൻ നിർബന്ധം പിടിച്ചാണ് മകളെ ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയതെന്നും യഥാസമയം ചികിത്സ ലഭിക്കാത്തതിനാൽ ആരോഗ്യസ്ഥിതി വളരെ മോശമായിരുന്നുവെന്നും മകളെ പല ആഭിചാര പ്രവൃത്തികൾക്കും വിധേയയാക്കിയതിന്റെ പാടുകൾ ശരീരമാസകലമുണ്ടായിരുന്നുവെന്നും പിതാവ് ഉസ്മാൻ മുല്ലക്കര പറയുന്നു. മുഹസിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതിന് മുതൽ മൃതദേഹം മറവ് ചെയ്യുന്നതുവരെയും ഇബ്രാഹിമും കുടുംബവും ഗുണ്ടകളും ചേർന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നതായി ബന്ധുക്കളായ PH റഫീഖ്, K സുമൈറ, മനുഷ്യാവകാശ പ്രവർത്തക ഫെറനീസ ആരിഫ് എന്നിവർ ആരോപിച്ചു.